അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. കാരണം ഒരു വാഹന അപകടത്തിൽപ്പെട്ട ഒരു കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് അത്യാഹിത വിഭാഗത്തിൽ കയറ്റിയപ്പോൾ അവിടെ കൂടിയ നഴ്സുമാരെല്ലാം ഇങ്ങനൊരു കുട്ടിക്ക് അപകടം പറ്റിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഉടനെ ഓടിയെത്തിയതായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഈ കുഞ്ഞ് കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു നഴ്സ് അവിടെ പെട്ടെന്ന് തളർന്നു വീഴുകയാണ്. ചുറ്റും കൂടി നിൽക്കുന്നവർക്ക് ആദ്യം കാര്യം മനസ്സിലായില്ല. പിന്നീടാണ് കാര്യം മനസ്സിലായത്. അവിടെ ചേതനയറ്റ് ഈ ലോകത്തിനോട് വിട പറഞ്ഞ് കിടക്കുന്ന ആ 10ാം ക്ലാസ്സുകാരൻ സുലൈഹ എന്ന് പറയുന്ന ആ നഴ്സിൻ്റെ ആ സഹോദരിയുടെ സ്വന്തം മകനാണ്. അവർ ജോലിക്ക് വന്ന സമയത്ത് കുട്ടി 10ാം ക്ലാസ്സിലെ ട്യൂഷന് വേണ്ടി പുറത്തു പോയതായിരുന്നു. പക്ഷേ കുന്നംകുളം ഭാഗത്ത് നിന്ന് വന്നൊരു ഗ്യാസ് സിലിണ്ടർ നിറച്ച ഒരു വാഹനം, ഒരു ലോറി കാറിലും അതുപോലെ തന്നെ ബൈക്കിലുമൊക്കെ ഇടിച്ചതിന് ശേഷം അൽഫൗസാൻ എന്ന് പറയുന്ന ഈ 10ാം ക്ലാസ്സുകാരൻ്റെ ഈ സൈക്കിളിലേക്ക് ഇടിച്ച് കയറി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഈ കുട്ടി മരണപ്പെട്ടിരുന്നു. അപ്പോൾ പെരുമ്പിലായി ഹോസ്പിറ്റലിലാണ് നമ്മുടെ ഈ സുലൈഹ എന്ന് പറയുന്ന ഈ കുഞ്ഞിൻ്റെ ഉമ്മ ജോലി ചെയ്യുന്നത്. സാധാരണ ആ ഭാഗത്ത് ഇങ്ങനെ അപകടങ്ങൾ പതിവായത് കൊണ്ട് തന്നെ പൊടുന്നനെ അത്യാഹിത വിഭാഗത്തിലേക്ക് അൻസാർ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാറുണ്ട്. അതുപോലെ ഒരു അപകടം പറ്റിയ കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എത്തിയതായിരുന്നു സുലൈഹ എന്ന് പറയുന്ന ആ നഴ്സ്. പക്ഷേ തൻ്റെ കൺമുന്നിൽ ചേതനയറ്റുകൊണ്ട് ഈ ലോകത്തിനോട് വിട പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് തൻ്റെ മകനാണെന്ന് കണ്ടപ്പോൾ ആ ഉമ്മയുടെ മനസ്സ് വല്ലാതെ സങ്കടപ്പെട്ടു പോയി. അല്ലെങ്കിൽ ആ ഉമ്മക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഉടനെ അവിടെ ബോധരഹിതയായി വീഴുകയാണ് ഉണ്ടായത്. ഈ അൽഫൗസാൻ എന്ന് പറയുന്ന ഈ കുഞ്ഞിൻ്റെ ഉപ്പയും അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണ്. ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുട്ടിക്ക് അള്ളാഹു തആല സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ആ പ്രിയപ്പെട്ട ഉമ്മക്കും ഉപ്പക്കും അവരുടെ കുടുംബത്തിനോ വീട്ടിലുള്ള എല്ലാവർക്കും അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ മനസ്സ് വേദനിച്ച് പോവാറുണ്ട്. ഒരു പ്രാർത്ഥന ആ കുടുംബത്തിന് വേണ്ടി, ആ കുട്ടിക്ക് വേണ്ടി നടത്തുക എന്നുള്ളതാണ് ഇത്രയും വാർത്തകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോഴുള്ള ഒരു ഉദ്ദേശം. കാരണം ഈ കുഞ്ഞൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ അല്ലേ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ്. മാത്രമല്ല ആ കുട്ടി ട്യൂഷൻ വിട്ട് വരുന്ന സമയത്ത് അവിടെ സൈക്കിൾ കടയിൽ അവൻ്റെ പഴയ സൈക്കിൾ നേരാക്കാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോൾ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ കൊടുത്ത പൈസയുമായിട്ട് കുട്ടി കുഴപ്പമില്ല ഞാൻ വാങ്ങി വരാം. പക്ഷെ ഒരു ഉപദേശം നൽകിയിരുന്നു, മോനത് ചവിട്ടി വരരുത്, കാരണം നല്ല വേഗതയിൽ വണ്ടികൾ പോകുന്നത്, അപ്പോൾ ഉന്തിയിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ ആ അനുസരണയോട് കൂടി തന്നെയാണ് ആ മകൻ സൈക്കിൾ കൊണ്ടുവന്നത്. പക്ഷേ എല്ലാം അള്ളാഹുവിൻ്റെ വിധി. ഒരു കാറിലിടിച്ച് മറ്റൊരു ബൈക്കിലൊക്കെ ഇടിച്ചതിന് ശേഷം ഈ നടന്നു വരുന്ന ഈ അൽഫൗസാൻ എന്ന് പറയുന്ന ആ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ലോറി കയറുകയും ഈ ലോകത്തിനോട് വിട പറയുകയും ചെയ്തു. ഈ വാർത്ത വായിച്ചപ്പോൾ മനസ്സിന് എന്താ അറിയില്ല. കാരണം നമ്മുടെയൊക്കെ മക്കൾ പുറത്തു പോകുന്നവരാണ്. അള്ളാഹുവിൻ്റെ കാവലല്ലാതെ മറ്റൊരു കാവലൊന്നും ഇല്ല. പടച്ച റബ്ബ് നമ്മുടെയൊക്കെ മക്കൾക്കൊക്കെ എല്ലാവർക്കും നമ്മളൊക്കെ പുറത്ത് യാത്രയുമായിട്ട് പോകുന്ന ആളുകളാണ്. എപ്പോൾ ഇങ്ങനെ ഒന്നും പറയാൻ കഴിയില്ല. ഇപ്പം ഞാൻ ഈ വാർത്ത ചെയ്യുമ്പോൾ ഞാനും ഒരു യാത്രയിലാണ്, നാട്ടിലില്ല. അപ്പോൾ പടച്ചറബിൻ്റെ കാവൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുമാറാകട്ടെ. ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഒരു ദുആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ അത് വലിയൊരു ഖൈർ തന്നെയാണ്. ദുആ ചെയ്യലല്ലാതെ നമ്മുടെ മുന്നിൽ മാർഗ്ഗങ്ങളൊന്നുമില്ല. മാത്രമല്ല ഇങ്ങനെയുള്ള മരണം നമുക്ക് ഒരു പക്ഷേ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു പടച്ചറബ് എന്താണ് ഇങ്ങനെയുള്ള വിധികൾ എന്നൊക്കെ തോന്നും. എല്ലാം പടച്ചറബിൻ്റെ വിധിയാണ് നമ്മൾക്ക് മുന്നിൽ വരുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഇത്രയും സാഹചര്യത്തിൽ ആശ്ചര്യപ്പെടുന്നതിനപ്പുറം ഒരു ദുആ ആ കുട്ടിക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആ ഉമ്മക്ക് ഉപ്പക്ക് ആ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട്, അവർക്കൊക്കെ ക്ഷമ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആ പൊന്നുമോനക്ക് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരോടൊപ്പം നമ്മളെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. നിങ്ങളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി, ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം വല്ലാത്തൊരവസ്ഥയിലാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സ്വന്തം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് അപകടം പറ്റിയിട്ട് ഒരു കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓടിയെത്തിയതായിരുന്നു അവിടെയുള്ള ആളുകൾ. അതിൽപ്പെട്ട് അവിടുത്തെ നഴ്സുമാരൊക്കെ, അതേ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന നഴ്സ് ഓടി വന്നിട്ട് കാണുന്നത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന തൻ്റെ പൊന്നു മോനെയാണ്. വല്ലാത്തൊരവസ്ഥയാണ്. പ്രശ്നപ്പോൾ ആർക്കും ഇങ്ങനത്തെയുള്ള ഒരു പരീക്ഷണമൊന്നും നൽകാതിരിക്കട്ടെ എന്നുകൂടി നമുക്ക് ഈ സമയത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടിയും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.